ആസൂത്രണ പരീക്ഷാ ബോർഡിലെ അട്ടിമറിയിൽ CPM-നോട് ചോദ്യം ഉന്നയിക്കാൻ CJP തയ്യാറാകുമോ എന്ന് യുവരാജ് ഗോകുൽ നവമാധ്യമത്തിൽ ചോദ്യമുയർത്തി. ഐഷി ഘോഷിന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും പേര് പരാമർശിച്ചായിരുന്നു ചോദ്യം. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയ പാറ്റ പാർട്ടി CPM-നെതിരെ ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുമോ എന്നുള്ളത് നിർണായകമായിട്ടുള്ള ചോദ്യമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്ത്, രാജ്യസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നതിന് അത്തരത്തിലുള്ള ആൾക്കാരെ ഒപ്പം കൂട്ടിക്കൊണ്ട് പാർട്ടി നടത്തിയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഒരു സാഹചര്യത്തിൽ അക്രമം അഴിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ തന്നെ ഡൽഹിയുടെ സ്വൈര്യ ജീവിതത്തെ പോലും തകർക്കുന്ന രീതിയിലേക്ക് ആ പ്രവൃത്തി ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചതുമാണ്. പക്ഷേ അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ, അതായത് ആ വിഷയം ഒഴികെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവതലമുറയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ, നീക്കങ്ങൾ നടന്നുവെന്ന് തെളിവടക്കം പുറത്തുവന്ന സാഹചര്യമുണ്ട്. ആ വിഷയത്തിൽ CJP സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെയാണ് BJP-യുടെ യുവ നേതാവ് കൂടിയായ യുവരാജ് ഗോകുൽ ചോദ്യം ഉയർത്തുന്നത്. നമുക്കറിയാം, PSC ഈ പല സർക്കാർ സർവീസുകളിലും നിയമനം നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ വളരെയധികം ഉദ്യോഗാർത്ഥികൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരുടെ ഉറക്കവും മൂണും ഒക്കെ ഒഴിഞ്ഞുകൊണ്ട് അവർ കഷ്ടപ്പെടുന്നതാണ്. അത്തരത്തിൽ ആ ഒരു സംവിധാനത്തിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ അന്വേഷണം ഉണ്ടാവുകയും ആ അന്വേഷണത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് തന്നെ അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിനുള്ള വഴിവിട്ട നീക്കം നടന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവിലടക്കം പുറത്തുവന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ CPM-നോട് ചോദ്യം ഉന്നയിക്കാൻ CJP തയ്യാറാകുമോ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് യുവരാജ് ഗോകുൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസിനോട് ഈ കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുക. കാരണം PSC അടക്കമുള്ള കാര്യങ്ങൾ വളരെ സുതാര്യതയോടുകൂടിയാണ് നടക്കുന്നത്. യുവാക്കൾക്കൊപ്പമാണ്, യുവജനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും ഇടതുപക്ഷ സഖാക്കൾ പറയാറുണ്ട്. അവരുടെ ഇരട്ടത്താപ്പ് നയത്തിൽ അവരുടെ കള്ളി വെളിച്ചത്താക്കുന്ന തരത്തിൽ തെളിവുകളടക്കം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് യുവരാജ് ഗോകുൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ പല പരീക്ഷകളിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമനം അടക്കം വൈകിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള അട്ടിമറി നീക്കം നടക്കുമ്പോൾ പോലും സർക്കാർ തലത്തിൽ പോലും കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. പല റാങ്ക് ലിസ്റ്റുകളിലും പേര് വന്നിട്ട് പോലും ഇപ്പോഴും സമരം ചെയ്യുന്നവരുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ നിമിഷം പോലും സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നിരാഹാര സമരം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണുവാരി തിന്ന് പ്രതിഷേധിച്ചിട്ട് പോലും അവരെ ഒറ്റൊരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് പോലും പല കാര്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങൾക്ക് കാളും പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടൽ നടത്തുന്നില്ല? അതിൽ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഇതിൽ പങ്കുപറ്റിയിട്ടുള്ള അവരുടെ അറിവോടുകൂടി നടന്ന സഖാക്കന്മാരുടെ അറിവോട് കൂടി നടന്ന കാര്യത്തിൽ CJP ഇടപെടൽ നടത്തുമോ എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ചോദ്യവും ഒപ്പം തന്നെ അവരുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്ന ഒരു നിലപാട് കൂടി തന്നെയാണ് X-ലൂടെ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. പ്രജിത്ത്, ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഒന്ന്, PSC-യുടെ പരീക്ഷ, ആസൂത്രണ ബോർഡിലെ നടന്ന PSC പരീക്ഷയിലെ അട്ടിമറിയിൽ CPM-നോട് ചോദ്യം ഉന്നയിക്കാൻ CJP തയ്യാറാകുമോ എന്നുള്ളതാണ് BJP നേതാവായിട്ടുള്ള യുവരാജ് ഗോകുൽ X-ൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ഇടവേള കഴിഞ്ഞ് പെട്ടെന്ന് മടങ്ങി വരാം. The same boldness on design. Nissan Tecton, Dad. Truly unmistakable.